ഇത് കുൽദരയിൽ ഞങ്ങൾ പോയപ്പം എടുത്ത ഒരു അധികം ഒന്നും നശിച്ചു പോയിട്ടില്ലാത്തൊരു വീടിൻ്റെ ഉൾഭാഗമാണ്. മുകളിൽ ഇതുപോലെ റൂഫ് ചെയ്തിരിക്കുന്നത് തടികൾ കൊണ്ടും പുല്ലും ഇടയ്ക്ക് മേഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് മണ്ണുകൊണ്ടുള്ള, ഇത് മുഴുവനും മണ്ണുകൊണ്ടുള്ള വീടാണ്. ചെറിയ ചെറിയ കല്ലുകളും മണലും ചാണകവും ഒക്കെ മെഴുകി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന വീടാണിത്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് വീടുകൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് പണിതിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ ഇതുപോലെ ഈ പുല്ലുകളും വെച്ചുള്ള മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. രാജസ്ഥാൻ നമുക്കറിയാം ഒരുപാട് ചൂടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം ചൂടിനെയും തണുപ്പിനെയും ഒക്കെ പ്രതിരോധിക്കാൻ എന്നവണ്ണം ആയിരിക്കണം ഇങ്ങനെ ഉള്ളൊരു റൂഫ് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുറ്റം പോലെ ഒരു ഭാഗമുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ടൊരു റൂം ഉണ്ട്. അതൊരു ചെറിയ റൂമാണ്. അതിന് ശേഷം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണ്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കല്ലാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്. ഈ കല്ലിന് ഒരു ഗോൾഡൻ കളറാണ്. നമ്മൾ സൂര്യപ്രകാശം അടിച്ച് കഴിയുമ്പം ഗോൾഡിൻ്റെ കളറ് പോലത്തെ ഒരു കളറ് നമുക്ക് ഫീൽ ചെയ്യും. അത് ഈ കല്ലുകൾ കൊണ്ടാണ് ഇവിടെയുള്ള മിക്ക വീടുകളും പണിതിരിക്കുന്നത്. ഇവിടെ ഈ കല്ല് ധാരാളമായിട്ട് ലഭിക്കും. പിന്നെ ഇവിടെയുള്ള മിക്ക വീടുകളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീടിനും ഒരു ഗോൾഡൻ ടച്ചാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജയ്സാൽമീറിനെ നമ്മൾ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകളും കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ ഒരു നെക്സ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഇത് അവരുടെ അമ്പലമായിരുന്നു. അപ്പോൾ അവർ ആ രാത്രിയിൽ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് വിഗ്രഹവും എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 200ഓളം ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ. അവർ ഇവിടെ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇവിടെ വീടും അവരുടെ സാധനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് ആ രാത്രി പോകുന്ന സമയത്ത് അവരാരാധിച്ചിരുന്ന വിഗ്രഹവും എടുത്തിട്ടാണ് പോയത്. അതിനുശേഷം ഇവിടെ പറയപ്പെടുന്ന ഒരു കഥ എന്ന് പറയുന്നത് അവരിവിടം ശപിച്ചിട്ടാണ് പോയതെന്ന്. ഇനി ആരും ഇവിടെ ജീവിക്കില്ല എന്നുള്ള രീതിയിൽ.